ഹായ് ഫ്രണ്ട്സ്, ചിക്കൻ റോൾ അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അതാണ്, ചിക്കൻ റോൾ. പക്ഷേ ഡിഫറെൻ്റ് ആണ്, സ്റ്റഫ്ഡ് ചിക്കൻ റോളാണിത്. ഇത് നമ്മൾ ചിക്കനെ കടിച്ച് പരത്തി അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റഫിംഗ് ഒക്കെ വെച്ച് നല്ലപോലെ പാനിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ബ്രസ്റ്റ് അതൊരു 600 ഗ്രാം, പിന്നെ ബ്രെഡ് ക്രംസ് അതൊരു 1 കപ്പ്, 2 മുട്ട, പിന്നെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രോക്കോളി, ക്യാപ്സിക്കം, ഒരു അര കഷ്ണം ക്യാപ്സിക്കം, പിന്നെ ഞാൻ ഇവിടെ ചെഡാർ ചീസാണ് എടുത്തേക്കണേ, അതൊരു 1 കപ്പ്, പിന്നെ ക്രീം ചീസ്. ഈ വീഡിയോയിൽ എനിക്ക് ചെഡാർ ചീസും ക്രീം ചീസും കാണിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് എത്ര വേണം എന്താണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പറയാവേ. അപ്പോൾ ഞാൻ ബ്രോക്കോളീനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനെ എടുത്തിട്ട് 2 പീസാക്കി എടുക്കുക. മാക്സിമം 2 പീസും ഒരേ അളവിൽ തന്നെ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടിച്ച് പരത്തലാണ്. രണ്ടും കൂടെ 2 ചിക്കൻ ഇതേപോലെ വെച്ച് ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ, ബേക്കിംഗ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും വെച്ച് എൻ്റെ കയ്യിൽ ഈ മീറ്റ് വാക്കർ ഇല്ല, അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയുടെ കോലെടുത്തിട്ടാണ് അടിച്ച് പരത്തുന്നത്, അതായാലും മതി. എന്നിട്ട് ഇതേപോലെ നല്ല രീതിയിൽ എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ അടിച്ച് പരത്തിയെടുത്ത ചിക്കനാണ്. ഇനി നമുക്കിതിലേക്ക് ഉള്ളിലേക്കുള്ള സ്റ്റഫിങ്ങിന് വേണ്ട ഇതാണ് ക്രീം ചീസ്. അതൊരു 1.5 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ക്രീം ചീസിലേക്ക് ഇനി ഞാൻ ബ്രൊക്കോളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണത്തിലുള്ള ബ്രൊക്കോളി, അതേപോലെ ക്യാപ്സിക്കം, പിന്നെ ചെഡാർ ചീസ്, ചെഡാർ ചീസ് ഞാനൊരു 1 കപ്പ് എടുത്തേക്കണേ. ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അടിച്ച് പരത്തി വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇടുക. എന്നിട്ട് നമ്മുടെ സ്റ്റഫിങ് ഇനി അതിൻ്റെ മേലേക്ക് ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ 2.5 സ്പൂണ് സ്റ്റഫിങ് നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഇനി റോൾ ചെയ്യാൻ നേരത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ വേണം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പാനിൽ വെച്ച് വറക്കണ നേരത്ത് ഇതിലെ ചീസെല്ലാം കൂടെ ആ എണ്ണയിലേക്ക് വീണ് പൊട്ടിത്തെറിച്ച് ഒരു പരുവാകാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യുക. ഇതേപോലെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തതിന് ശേഷം എഗ് ബീറ്റിലിട്ടിട്ട് നല്ലപോലെ ഉരുട്ടി കൊടുത്ത് ഫുൾ സൈഡും ഈവൻലി കോട്ട് ചെയ്യുക. ആ സെയിം പ്രൊസീജിയർ തന്നെ ബ്രെഡ് ക്രംസിൻ്റെ മേലെ ഇട്ടിട്ടും നല്ലപോലെ എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് ആവുന്നത് വരെ ഫുള്ളായിട്ട് നല്ലപോലെ റോൾ ചെയ്യുക. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ലോ ഹീറ്റിൽ തന്നെ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ് പോലെ എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെടുത്താലും കുഴപ്പമില്ല. കാര്യം ഈ റെസിപ്പിക്ക് നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഏത് ഓയിലിട്ട് വറുത്തെടുത്താലും നല്ല രുചിയായിരിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഹീറ്റിൽ തന്നെ വെക്കുക. കാര്യം ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ ബ്രൗൺ നിറായി പോകും. അപ്പോൾ നമ്മുടെ അകത്തെ ചിക്കൻ വേവില്ല. ഇതേപോലെ ഓരോ സൈഡിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. കാര്യം ഒരു വീക്കെൻഡ് നൈറ്റ് ഡിന്നറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അയയ്ക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ ബൈ.